ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ രേഖകളിൽ കൂടുതൽ പരിശോധന നടത്താൻ SIT മറ്റു പ്രതികളുടെ ഫോൺ രേഖകളുമായി ഒത്തുനോക്കി തെളിവ് ശക്തിപ്പെടുത്താനാണ് നീക്കം. പ്രതിപട്ടികയിലുള്ളവരുമായി പോറ്റിക്കുള്ള ബന്ധം ഉറപ്പിച്ച ശേഷം കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തും. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളും FIR റദ്ദാക്കണമെന്ന പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് റഹീസ്. ഇനി ചെയ്യേണ്ടത് ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും മുഖ്യപ്രതിയുമായിട്ടുള്ള പങ്കുകൾ മറ്റുള്ളവർക്ക് എത്രത്തോളം പങ്കുണ്ട്, അതിന്റെ ആഴം എത്ര എന്നറിയണം അല്ലേ? ശ്രുതി, ഗുഡ് മോർണിംഗ്. കീർത്തന, ഗുഡ് മോർണിംഗ്. കരട് കുറ്റപത്രം തയ്യാറാക്കുന്നതിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിന്റെ മുന്നോടിയായാണ് കൂടുതൽ തെളിവുകൾ, കേസ് കോടതിയിൽ നിൽക്കുന്ന ബലമേകുന്ന തെളിവുകൾ അന്വേഷിച്ചിട്ടുള്ള ഒരു നീക്കം SIT നടത്തുന്നത്. അതിൽ പ്രധാനമായും നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടില്ല എന്ന് SIT തന്നെ ഹൈക്കോടതിയെ ഏതാണ്ട് അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു പ്രതികളും തമ്മിലുള്ള ബന്ധം കോടതിയിൽ അന്വേഷണ സംഘത്തിന് തെളിയിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോറ്റി ഇപ്പോൾ അറസ്റ്റിലായ പ്രതികൾ അല്ലെങ്കിൽ ഇനി പ്രതിപട്ടികയിൽ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെല്ലാവരുമായും നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന് കോടതിയിൽ തെളിയിക്കുന്നതിന് ആവശ്യമായ ഫോൺ രേഖകൾ എടുക്കാനാണ്, അതിൻ്റെ വിശദവിവരങ്ങൾ എടുക്കാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഒരുങ്ങുന്നത്. അത് ഉടൻ തന്നെ പൂർത്തിയാവുകയും ചെയ്യും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ഇന്ന് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ഒന്ന്, ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ മുന്നിൽ പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO നൽകിയ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ട ഹർജിയുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുക എന്നത് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പ്രതികളെ അറിയിക്കാനുള്ള ബാധ്യത SITക്കുണ്ടെന്ന് ഒരു നിരീക്ഷണം ജസ്റ്റിസ് A ബദറുദ്ദീൻ നടത്തിയിരുന്നു. അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ്, നടപടിക്രമങ്ങൾ ഇന്ന് നിർണായകമായിരിക്കും. മറ്റൊന്ന്, ഈ കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് BJPയും VHPയും അഖില കേരള തന്ത്രി സമാജവും നൽകിയ ഒരു ഹർജി ഇന്ന് ശബരിമല ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ആ ഹർജി പരിഗണിക്കുന്ന സമയത്ത് അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത് എന്ന ഒരു വിമർശനം ഹർജിക്കാർക്കെതിരെ കഴിഞ്ഞ തവണ കോടതി നടത്തിയിരുന്നു. അതിലെയും തുടർ നീക്കങ്ങൾ നിർണായകമാണ്. ഓക്കെ, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് പ്രതികളുമായിട്ടുള്ള പങ്ക്, അതിന്റെ ആഴം അറിയുക എന്നതുകൂടിയാണ്, വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കൂടി കടക്കുക എന്നുള്ളതാണ്, ശക്തമായ തെളിവ് ഉണ്ടാക്കുകയും കൂടിയാണ് SITയുടെ നീക്കം. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.